ഇസ്ലാമിൽ നഹ്സ് എന്നൊരു കാര്യമുണ്ടോ? ഇത് ചോദ്യകർത്താവ് ഒരു തബ്രാനിയുടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ദിവസത്തിലെ ഓരോ പകലിലെയും രാത്രിയിലെയും ഷെറിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടിയിരുന്നതായി കാണുന്നു. ഇതാണ് നഹ്സിന് തെളിവായി ഉസ്താദ് പറയുന്നത്. ഇത് ശരിയാണോ എന്നാണ്. ഇമാം തബറാനിയുടെ ഹദീസിൽ രാത്രിയുടെ ഷെറിൽ നിന്നും പകലിന്റെ ഷെറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് തബറാനിയുടെ ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിലും പകലിലും നഹ്സുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവായിട്ടാണ് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ആ ഹദീസ് അതിന് തെളിവായി ഉദ്ധരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക, പിന്നെ നഹ്സ് ഇല്ലാത്ത ഒരു സെക്കൻഡും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. പകലിന്റെ ഉപദ്രവത്തിൽ നിന്നും രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലെങ്കിൽ രാത്രിയിലെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹിനോട് കാവൽ തേടുന്നു എന്ന് പറയുമ്പോൾ, രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിച്ചു വരുന്നത് വരെയുള്ള സമയമാണ്. പകലെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയിലുള്ള സമയമാണ്. അപ്പൊ എല്ലാ സമയവും അതിൽ ഉൾപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ ആശയവുമായി ഒട്ടും പൊരുത്തമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാത്രിയുടെ രാത്രിയുടെ ഉപദ്രവത്തെത്തൊട്ടും പകലിന്റെ ഉപദ്രവത്തെത്തൊട്ടും, അതല്ലെങ്കിൽ രാത്രിയിലെ ഉപദ്രവത്തെത്തൊട്ടും പകലിലെ ഉപദ്രവത്തെത്തൊട്ടും അള്ളാഹിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ രാത്രി പകലും രണ്ടുപാടെ കൂടുമ്പോ 24 മണിക്കൂർ. അപ്പൊ ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് പോലും നഹ്സ് ഇല്ലാത്തത് നമുക്ക് ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി, നഹ്സ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം ഹദീസ് കൊണ്ടുവന്നാൽ ആകെ കുഴപ്പത്തിലാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നഹ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായി ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികളെ കൈകാര്യം ചെയ്തെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫീ യൗമിൻ നഹ്സാത്തിൻ, നഹ്സുള്ള ദിവസങ്ങളിൽ അവരെ നമ്മൾ നശിപ്പിച്ചു എന്നുള്ള പറയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ശത്രുവായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു തആല നശിപ്പിച്ചത് നഹ്സായ ദിവസത്തിലാണ്. എങ്ങനെയാണ് ആ ദിവസം നഹ്സായത്? ഫിർഔനിന് ആ ദിവസം നഹ്സും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് ആ ദിവസം ബർക്കത്താക്കപ്പെട്ട ദിവസവുമാണ്. നമുക്കറിയാം, അഫ്ളലു സിയാമി ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാൻ കഴിയും. മുഹറം 10 നോമ്പിന്റെ ഫളില് റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. അത്രയും പുണ്യമുള്ള ദിവസമാണ് ആ ദിവസം എന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ് മുഹറം 10. എന്നാൽ അത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി നഹ്സാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദിവസങ്ങളിൽ, പകലുകളിൽ, രാത്രികളിൽ നഹ്സ് ഉണ്ടെങ്കിൽ അത് കാഫിറുകൾക്കാണ് നഹ്സ് ഉള്ളത്. സത്യവിശ്വാസിക്ക് ഒരിക്കലും നഹ്സ് ഉണ്ട് എന്ന് പറയാൻ നിർവാഹമില്ല. ഇനി വേണമെങ്കിൽ നഹ്സ് ഉണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും വലിയ താല്പര്യമുണ്ടെങ്കിൽ സുബഹി നമസ്കാരത്തിന് പോവാത്ത അവസ്ഥയിൽ, അതുപോലെ നമസ്കാരങ്ങൾക്ക് പോവാത്ത അവസ്ഥയിലുള്ള ഒരു ജീവിതമാണ് ഒരാൾ നയിക്കുന്നതെങ്കിൽ അവൻ നഹ്സിൽ തന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹിന്റെ ഭൂമിയിൽ അവൻ നഹ്സ് വെച്ചിട്ടില്ല. അത് അവിശ്വാസികൾക്കാണ് വെച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു അഅലം.